വിശുദ്ധ കൊച്ചു ത്രേസ്യ, പുണ്യവതിയുടെ തിരുനാൾ ദിനം. ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് 10-ാം പിയൂസ് മാർപ്പാപ്പയിലൂടെ സഭ പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധയുടെ തിരുനാൾ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തന്നിൽ എരിഞ്ഞിരിക്കുന്ന ദൈവസ്നേഹാഗ്നിയാൽ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ ചെറു പുഷ്പമായി പ്രശോഭിക്കുന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 1873 ജാനുവരി 2 ഫ്രാൻസിലെ ലൂയി മാർട്ടിൻ സെലീൻ മാർട്ടിൻ ദമ്പതികളുടെ 9ാമത്തെ മകളായിട്ടാണ് കൊച്ചുറാണിയുടെ ജനനം. 5 പെൺമക്കളെയും കർത്താവിന്റെ മണവാട്ടികളായി സമർപ്പിച്ച ഈ അനുഗ്രഹീത ദമ്പതികളെ പിൽക്കാലത്ത് സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരണമെന്ന് ചെറുപ്പത്തിലെ സ്വപ്നം കണ്ട വിശുദ്ധയായിരുന്നു നമ്മുടെ കൊച്ചുറാണി. അമ്മയുടെ മരണശേഷം ലിസ്റ്റി എന്ന പുണ്യഭൂമിയിലേക്ക് പറിച്ചു നട്ട കൊച്ചു ത്രേസ്യയുടെ ജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരു നടന്നുകയറ്റമായിരുന്നു. അമ്മയെ പോലെ സ്നേഹിച്ച മൂത്ത സഹോദരി പൗളിന്റെയും മറ്റു സഹോദരിമാരുടെയും കർമ്മലവടത്തിലേക്കുള്ള യാത്ര അവളെ മാനസികമായി തളർത്തി. ഭൂമിയിലെ ബന്ധങ്ങളുടെ അസ്ഥിരതയും നൈമിഷികതയും അവളെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഗുരുതര രോഗം ബാധിച്ച കൊച്ചുറാണി 10ാമത്തെ വയസ്സിൽ പരിശുദ്ധ ദൈവമാതാവിൽ നിന്ന് പൂർണ്ണ സൗഖ്യം നേടി. ഈ സംഭവം അവളുടെ ജീവിതത്തെ മുഴുവനായി സ്വാധീനിച്ചു. പ്രഥമ ദിവ്യകാരണ സ്വീകരണത്തിനു ശേഷം ഈശോയുമായി ഉരുകിച്ചേർന്ന കൊച്ചുറാണിയുടെ വാക്കുകൾ പ്രകാരമായിരുന്നു: വളരെ നീണ്ട കാലത്തേക്ക് ഞാനും ഈശോയും പരസ്പരം അറിയുമായിരുന്നു. പക്ഷേ ദിവ്യകാരണ സ്വീകരണത്തിനു ശേഷം ഞങ്ങൾ തമ്മിൽ ഒരു ഉരുകിച്ചേരലുണ്ടായി. പിന്നെ ഞങ്ങൾ രണ്ടല്ല, ത്രേസ്യ അപ്രത്യക്ഷമായി, ഈശോ മാത്രം നിലനിന്നു. എന്റെ പ്രിയ കൂട്ടുകാരെ, കൊച്ചു ത്രേസ്യയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെയും സ്വാധീനിക്കണം. ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഈ ഉരുകിച്ചേരൽ ഉണ്ടാകണം. നമുക്ക് ഈശോയെ കൂടുതൽ കേൾക്കാം, കൂടുതൽ അറിയാം, അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാം. യുദ്ധത്തിലേക്ക് കാലൂന്നിയപ്പോൾ കൊച്ചു ത്രേസ്യ എന്ന പേരിൽ അവൾ കർമ്മലവടത്തിൽ ചേർന്നു. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടാൻ തന്റെ കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ഈശോയ്ക്കായി സമർപ്പിച്ചു. സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടാൻ ലോകം മുഴുവൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ ആഗ്രഹിച്ച അവൾക്ക് ദൈവം സമ്മാനിച്ചത് ക്ഷയരോഗമായിരുന്നു. ഉണ്ണീശോയുടെ കളിപ്പന്ത് എന്ന് തന്നെ വിശേഷിപ്പിച്ച് സഹനങ്ങളാകുന്ന രത്നങ്ങൾ കൊണ്ട് നെയ്ത് തന്റെ സഭാവസ്ത്രം പാപികളുടെ മാനസാന്തരത്തിനായി സമർപ്പിച്ചു. അവൾ വിശുദ്ധയുടെ ഉന്നത പടവുകൾ ചവിട്ടിക്കയറി കർമ്മലവടത്തിലെ ഭിത്തികളിൽ മാത്രം ജീവിച്ച് 9 വർഷത്തെ സന്യാസ ജീവിതത്തിനു ശേഷം 25ാമത്തെ വയസ്സിൽ നിത്യ സൗഭാഗ്യത്തിന് അർഹയായി. ഉണ്ണീശോയുടെ ചെറു പുഷ്പത്തെ ഇന്ന് സഭ അഖില ലോകം മധ്യസ്ഥയായി വണങ്ങുന്നു. വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ ചിരിച്ചും ചിരിപ്പിച്ചും സ്നേഹിപ്പിച്ചും വിട്ടുകൊടുത്തും നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. സ്നേഹം കൊണ്ട് ക്രിസ്തുവിലൂടെ ലോകത്തെ കീഴടക്കുക എന്ന കൊച്ചു ത്രേസ്യയുടെ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ദിന ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നന്ദി, നമസ്കാരം.